വിളിക്കാം മോളെ, വിശ്വസിച്ചിപ്പോ തന്നെ വിളിക്കാം. ബ്രോ, ഞങ്ങളിവിടെ വന്നപ്പോ ഒരുപാട് ലേറ്റായി, അതുകൊണ്ടാ അങ്ങോട്ട് വരാതെ ഇങ്ങോട്ട് പോകുന്നത്. എടാ, അത്രയും പ്രശ്നങ്ങളുണ്ടായ വീടല്ലേ ഇത്, എന്നിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്നിട്ടിപ്പോ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ആരാന്നറിയില്ല, പക്ഷേ ഒരു പിച്ചക്കാരുടെ മറ്റോ വാതിലിന് മുന്നിൽ മൂടി പൊതിച്ച് കിടപ്പുണ്ടായിരുന്നു. അതെ, കണ്ടിട്ട് അങ്ങനെയാ തോന്നിയത്. എന്നെ കണ്ടപ്പോ അവൻ ഓടിയായിരുന്നു. ഞാൻ അവന്റെ പിന്നാലെ ചെന്നെങ്കിലും കിട്ടിയില്ല. എടാ, അത് ശരിക്കും പിച്ചക്കാരൻ തന്നെ ആയിരുന്നോ, അതോ നിങ്ങൾ വരികയെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഏർപ്പെടുത്തിയ ആളായിരിക്കുമോ? എടാ, ഉപേന്ദ്രന്റെ ആള് അവരെല്ലാ മാർഗവും നോക്കും. ഏയ്, അങ്ങനെയാകാനൊന്നും വഴിയില്ല. അവിടെ അവൻ. ആര്? അവൻ വീണ്ടും വന്നു. ഹലോ, എന്താടാ? എന്നാലും എടാ, എന്താ ഉണ്ടായത്? എടാ, ശ്യാമേന്ദ്രൻ നിലവിളിക്കുന്നേ. വിഷ്ണുവേട്ട, ഇവിടെ ആരൊക്കെയുണ്ട്? ഭാഗ്യത്തിന് ഞങ്ങളിപ്പോ രക്ഷപ്പെട്ടത്. ആ കൊലയാളി ഞങ്ങളെ കൊല്ലും. അവൻ നമ്മളെ കൊല്ലാതെ ഇവിടുന്ന് പോവില്ല. ഞാൻ അവനെ കണ്ടതാ. സമാധാനപ്പെട്. അവന് പുറത്തു നിന്നല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അകത്ത് കയറി വരാൻ പറ്റില്ലല്ലോ. അവൻ ഇത്രയൊക്കെ ചെയ്യെങ്കിൽ അകത്ത് കയറാനാണോ പാട്? എനിക്കത് പേടിയാവുന്നു രോഹിത്. നമുക്ക് ഈ വീട്ടിലേക്ക് വരണ്ടായിരുന്നു രോഹിത്. നേരം പുലരുന്നവരെ നിനക്ക് സമയമുണ്ട്. സമയമെടുത്ത് എനിക്കവരെ തീർത്തു തന്നാൽ മതി. മരണം മുന്നിൽ കണ്ടുകൊണ്ട് കഴിയുന്നതിന്റെ ഒരു സുഖമുണ്ടല്ലോ, അതവര് രണ്ടുപേരും ഒന്ന് അനുഭവിക്കട്ടെ. ഇന്നത്തെ രാത്രി ഇരുട്ടി വിളിക്കുമ്പോ 2 ശവം ഈ വീട്ടിനകത്തുണ്ടാവും. അത് ഈ പറഞ്ഞ രോഹിത്തും അവന്റെ ഭാര്യയും ആയിരിക്കും. സംസാരത്തിലല്ല കാര്യം, പ്രവൃത്തിയില്ല. നീ പ്രവർത്തിച്ചു കാണിക്ക്, നിനക്ക് എന്താ ചെയ്യാൻ കഴിയുന്നതെന്ന്. പുറത്ത് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. അവൻ പോയോ? അനങ്ങിപ്പോകരുത്, അനങ്ങിപ്പോകരുതെന്നല്ലേ പറഞ്ഞത്? കുറച്ചധികം നാളായി ഈ ജീവന് വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടുന്നു. ഇന്നതിന്റെ ക്ലൈമാക്സാ. കിട്ടിയപ്പോ രണ്ടിനെയും കൂടെ ഒന്നിച്ചു കിട്ടി. അപ്പോ 2 പേരും കൂടി ഒന്നിച്ചുള്ള യാത്രയ്ക്ക് തയ്യാറെടുത്തോ. ഒരുപാട് ചതികളിലൂടെയാ ഞാൻ ഇവിടം വരെ എത്തിയത്. നല്ലതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ബുദ്ധിയും ശക്തിയും കൊണ്ടാ ഞാൻ പലതും നേടിയിരിക്കുന്നു. ആ എന്നെ ചതിക്കാൻ നീ ശ്രമിച്ചു, എന്റെ സ്വപ്നങ്ങൾ തകർത്തു. ഒടുവിൽ എന്നെ മണ്ടനാക്കി
എനിക്ക് കിട്ടേണ്ട സ്വത്ത് നീ സ്വന്തമാക്കി. അപ്പൊ നിന്നെ തീർക്കുകയല്ലാതെ മറ്റൊരു മാർഗം എന്റെ മുന്നിലില്ല. നീ എന്തായാലും മരിക്കും. ഒപ്പം രോഹിത് വേണ്ട, രോഹിത്, ശ്യാമേ. രോഹിത് വേണ്ട. കാലന്റെ രക്ഷ ഇവർക്കല്ല, നിനക്കൊക്കെയാണ് വേണ്ടത്. പൊട്ടിക്ക് ഞാൻ, ഓന്റെ പൊട്ടിക്ക് ഞാൻ പന്നി. കാരണം കാലന്റെ വണ്ടി വന്നു കിടക്കുന്നത് നിന്നെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ്. അതിനൊടയതമ്പുരാൻ കൽപ്പിച്ചു തന്നത് എനിക്കും. അല്ലെങ്കിൽ നിന്റെ കയ്യിൽ സുരക്ഷിതമായിരുന്ന ആയുധം എന്റെ കയ്യിൽ വരുവാടാ ചെറ്റപ്പ. ആയുധം കൊണ്ടു നടന്നാൽ മാത്രം പോരാ, അത് ഉപയോഗിക്കാനും സുരക്ഷിതമായിട്ട് കൊണ്ട് നടക്കാനും പഠിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തം ആയുധത്തിന് മുമ്പിൽ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കേണ്ടിയും വരും. പക്ഷേ എനിക്കത് വേണ്ട. നിന്നെയൊക്കെ നേരിടാൻ എന്റെ ഈ മുഷ്ടി തന്നെ ധാരാളാടാ. രോഹിത്, രോഹിത്.